ലംബോർഗിനിയിലെ മരണപ്പാച്ചിലിന് 4 ദിവസം കഴിഞ്ഞ് അറസ്റ്റ്. ഡൽഹിയിൽ ചികിത്സയിലാണെന്ന് പറഞ്ഞ ആ വ്യവസായ പ്രമുഖന്റെ മകൻ പിടിയിലാകുന്നത് കാൺപൂരിൽ നിന്ന്. വ്യാഴാഴ്ചയാണ് കാൺപൂരിനെ ഞെട്ടിച്ച ആ അപകടം നടക്കുന്നത്. ശതകോടീശ്വരനായ പുകയില വ്യവസായിയുടെ മകൻ ശിവം മിശ്ര അമിത വേഗത്തിൽ ഒരു ലംബോർഗിനി കാറുമായി എത്തി അപകടമുണ്ടാക്കുന്നു. ബംഷീദ് ടുബാക്കോ പ്രൈവറ്റ് ലിമിറ്റഡ് ഉടമയായിട്ടുള്ള കെ മിശ്രയുടെ മകനാണ് ഇയാൾ. അമിത വേഗത്തിൽ നിയന്ത്രണം വിട്ട് വഴിയാത്രക്കാരെയും ഓട്ടോറിക്ഷയും ബുള്ളറ്റും ഒക്കെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു ആ കറുത്ത ലംബോർഗിനി കാർ. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ഏതാണ്ട് 3:15 കൂടിയാണ് സംഭവം. ആദ്യം ഒരു ഓട്ടോറിക്ഷയിൽ ഇടിച്ചു, പിന്നീട് ഒരു റോയൽ എൻഫീൽഡ് ബൈക്കിലും ഇടിച്ചു. ആ ബൈക്കിനേറ്റ ഇടിയുടെ ആഘാതത്തിൽ അതിലുണ്ടായിരുന്ന ആൾ ഏതാണ്ട് മീറ്ററോളം ഉയർന്ന് തെറിച്ചു വീണു. ഈ അപകടത്തിന് ശേഷം ഒരുപാട് വിവാദങ്ങളും ഉണ്ടായി. മകൻ ശിവം മിശ്രയെ ഒളിപ്പിച്ചു ആ വ്യവസായ ഭീമൻ. കോടതിയിൽ ശിവം മിശ്ര അല്ല കാർ ഓടിച്ചത് എന്നായിരുന്നു വാദം. മകൻ ഡൽഹിയിൽ അപസ്മാരത്തിന്റെ ചികിത്സയിലാണെന്നായിരുന്നു ആദ്യ നിലപാട്. ഇപ്പോൾ പോലീസ് പക്ഷേ അവനെ കാൺപൂരിൽ തന്നെ പൊക്കി. താനാണ് വാഹനം ഓടിച്ചതെന്ന് കാട്ടി ശിവം മിശ്രയുടെ സ്ഥിരം ഡ്രൈവർ മോഹൻ കീഴടങ്ങാൻ ഒരു അപേക്ഷ നൽകി കോടതിയിൽ. പക്ഷേ CJN കോടതി ആ അപേക്ഷ തള്ളി. ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ശിവം മിശ്രയെ അയാളുടെ സെക്യൂരിറ്റി നോക്കുന്ന ബൗൺസർമാർ വലിച്ചെടുക്കുന്ന ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നതാണ്. ആ ദൃശ്യങ്ങൾ ഉള്ളപ്പോഴായിരുന്നു കോടതിയെ കബളിപ്പിക്കുന്ന തരത്തിൽ ആ അപേക്ഷ. സംഭവത്തിൽ പോലീസ് നടപടികളൊക്കെ വൈകിപ്പിക്കുകയാണെന്ന് തുടക്കം മുതൽ തന്നെ ആക്ഷേപം ഉയർന്നിരുന്നു. ഈ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അച്ചടക്ക നടപടിയും നേരിട്ടു. ഇതിന് പിന്നാലെയാണ് ശിവം മിശ്ര ഇപ്പോൾ പിടിയിലായത്. ഒളിവിലായിരുന്ന ശിവം മിശ്ര കാൺപൂരിലേക്ക് വരുന്നതിനിടെയായിരുന്നു അറസ്റ്റ് എന്ന് കാൺപൂർ DYSP അതുൽ ശ്രീവാസ്തവ പറയുന്നു. देखिए, कतिपय सूत्रों से हमें सूचना प्राप्त हुई थी कि शिवम मिश्रा कानपुर आया हुआ है. इस सूचना पर हमारी तत्काल टीमें सक्रिय हुई और उसको गिरफ्तार कर लिया गया है. गिरफ्तार करके माननीय न्यायालय में प्रस्तुत किया गया है. आगे की कार्यवाही माननीय न्यायालय के निर्देश के क्रम में की जाएगी. देखिए, 5 टीमें लगी हुई थी. बाकी हमारे काम करने की प्रणाली है वो डिस्क्लोज नहीं किया जा सकता है, लेकिन उसको गिरफ्तार किया गया और गिरफ्तार करके माननीय न्यायालय में प्रस्तुत किया. हाँ, सारी कार्यवाही की जा रही है. जो भी विधिक कार्यवाही है वो की जा रही है. ഈ അപകടത്തിൽ പരിക്കേറ്റ ഒരാളുടെ പേരാണ് മുഹമ്മദ് തൗഫീഖ്. തൗഫീഖിനാണ് കൂടുതൽ പരിക്കേറ്റത്. മുഹമ്മദ് തൗഫീഖും ഡ്രൈവർ മോഹനും തമ്മിൽ ഫെബ്രുവരി 8-ാം തീയതി ഒരു ഒത്തുതീർപ്പ് കരാറിൽ ഒപ്പിട്ടുവെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ വാദിക്കുകയും ചെയ്തു. പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് എല്ലാം വഹിക്കാമെന്നും പകരം നിയമ നടപടികളുമായി മുന്നോട്ട് പോകില്ല എന്നും ഈ പരിക്കേറ്റവർ കരാറിൽ ഒപ്പിട്ടു എന്നാണ് അവർ കോടതിയെ വാദിച്ചത്. പക്ഷേ ഈ പ്രതിയല്ലാത്ത ഒരാൾ, അതായത് മോഹൻ എന്ന ഡ്രൈവറുടെ പേരിലാണ് ഇവർ കരാറുണ്ടാക്കിയത്. പ്രതിയല്ലാത്ത ഒരാൾക്ക് എങ്ങനെ കരാറിൽ ഏർപ്പെടാൻ കഴിയുമെന്ന പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. എന്തായാലും ലംബോർഗിനി വിട്ടു നൽകണമെന്ന കാറുടമയുടെ അപേക്ഷ RTOയുടെ സാങ്കേതിക പരിശോധനയ്ക്കായിട്ടൊക്കെ വിട്ടു നൽകിയിരിക്കുകയാണ് കോടതി. എന്താണെങ്കിലും പോലീസ് ശിവം മിശ്രയെ തെറ്റായ പ്രതി ചേർക്കുകയാണെന്നും ഇതിനെതിരെ ജില്ലാ ജഡ്ജിയുടെ കോടതിയിൽ അപ്പീൽ നൽകുമെന്നൊക്കെയാണ് ഈ ഡ്രൈവർ മോഹന്റെ അഭിഭാഷകൻ പറയുന്നത്. എന്നാൽ രാജ്യമാകെ ഉറ്റുനോക്കിയ ഒരു അപകടവും അതിനുശേഷം ഉണ്ടായിട്ടുള്ള നിയമ നടപടികൾക്കുമാണ് തൽക്കാലത്തെങ്കിലും വിരാമമായത്. ശിവം മിശ്രയെ ജാമ്യത്തിൽ വിടുകയും ചെയ്തു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.